ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഒരു ഐറ്റം തന്നെയാണ് കടുക്. ഈ ഒരു കടുക് വെച്ചിട്ട് നമുക്ക് ഒത്തിരി ക്യാഷ് ലാഭിക്കാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിലുള്ള പാറ്റയും കൊതുകിനെയും ഒക്കെ മാറ്റി നിർത്താനും അതുപോലെ തന്നെ ഒത്തിരി വേദനകൾക്ക് പരിഹാരമായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് കടുക് ഉപയോഗിച്ചിട്ട് നമ്മുടെ വേദനകൾ മാറ്റി നിർത്തുക, അതുപോലെ തന്നെ നമ്മുടെ വീടിലുള്ള കൊതുകുകളെയൊക്കെ മാറ്റി നിർത്താനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിതാ 3 ടേബിൾ സ്പൂണോളം കടുക് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് വേറെ ഒന്നും ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നോർമൽ കടുക് മാത്രം ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചൂടാക്കിയിട്ടൊന്നുമില്ല. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. അപ്പം ഞാനിതാ കടുക് പൊടിച്ചെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചെടുത്തിട്ട് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനതൊരു ബോക്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഒരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ 3 മാസത്തോളം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. സാധാരണയായിട്ട് നമ്മൾ കൊതുകിനെയൊക്കെ ആട്ടി ഓടിക്കാനായിട്ട് ഒത്തിരി കെമിക്കൽസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പലപ്പോഴും ചിലതിൻ്റെ സ്മെല്ല് നമുക്കൊരു ഇറിറ്റേഷനാണ് അല്ലേ. ഒട്ടും കെമിക്കൽ യൂസ് ചെയ്യാതെ തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് കൊതുകിനെ മാറ്റി നിർത്താനായിട്ട് ഈ ഒരു കടുകിൻ്റെ പൊടി തന്നെ മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മൺചിര അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇനി ഈ ഒരു ചിരട്ടയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുക് പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കർപ്പൂരമാണ്. ഇനി മിക്സിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കർപ്പൂരമാണ്. അപ്പോൾ ഞാനിതാ 1 കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ പൊടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ പൊടിയുന്നുണ്ട്. ഇനി ഒരു കടുകിൻ്റെ സ്മെല്ലായാലും അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെ സ്മെല്ലായാലും കൊതുകിനെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാനായിട്ട് പറ്റും. കെമിക്കലൊന്നും യൂസ് ചെയ്യുന്ന പോലെ അല്ലതാനും. അപ്പോൾ ഞാനിതാ ആ ഒരു കർപ്പൂരം നന്നായിട്ട് തന്നെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വേപ്പെണ്ണയാണ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടുള്ളൊരു കോട്ടൺ തിരി വെച്ചിട്ട് സന്ധ്യാസമയങ്ങളിലൊന്ന് കത്തിച്ച് വെച്ചാൽ മതി. ഞാനിതാ ഒരു തിരിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ആ എണ്ണയിലൊന്ന് മുക്കിയതിന് ശേഷം മറ്റേ ഭാഗം എണ്ണയിൽ ഇതേപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. ഇതിന് ഒത്തിരി നേരം നമുക്ക് കത്താനായിട്ടുണ്ടാവും. ഈ ഒരു വേപ്പെണ്ണയുടെയും അതുപോലെ തന്നെ കടുകിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ സ്മെല്ല് കൊതുകിനെയൊക്കെ മാറ്റി നിർത്താൻ ഒത്തിരി സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. തികച്ചും കുട്ടികളൊക്കെ വീടുകളിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്മെല്ല് മൂലം ഉണ്ടാകുന്ന ഇറിറ്റേഷനോ അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ തിരി ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സന്ധ്യാസമയങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊതുകിൻ്റെ ശല്യം ഏത് ഭാഗങ്ങളിലാണോ കൂടുതലുള്ളത് ആ ഒരു ഭാഗത്ത് ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മാത്രം മതി. ഈ ഒരു മെത്തേഡ് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒന്നുകൂടെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം മൂർച്ചയുള്ള ഒരു കത്തി വെച്ചിട്ട് ഒരു കുഴി പോലെ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ കുറച്ച് ഭാഗം ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കുഴിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കട്ടാവാതെ നോക്കണം. അപ്പോൾ ഞാനിതാ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഇത്രയും കുഴിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു മൂടിയാണ് എടുത്തിട്ടുള്ളത്. ആ മൂടിയിൽ ഒരു സവാള ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കുഴിയിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ നേരത്തെ ആ ചിരട്ടയിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സും ആ ഒരു തിരിയും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിരട്ടയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ആ ഒരു കടുകിൻ്റെയും അതുപോലെ തന്നെ എണ്ണയുടെയും കർപ്പൂരത്തിൻ്റെയൊക്കെ സ്മെല്ലിൻ്റെ കൂടെ തന്നെ സവാളയുടെ സ്മെല്ലും കൂടി വരുമ്പോൾ നല്ല ഒരു എഫക്റ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ അതിലുണ്ടായിരുന്ന എല്ലാ മിക്സും ഞാൻ ആ ഒരു സവാളയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏത് ഭാഗത്താണോ നമുക്ക് കൊതുക് ശല്യം കൂടുതലുള്ളത് ആ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചതിന് ശേഷം കത്തിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് അതൊന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും ടെൻഷനില്ലാതെ കുഞ്ഞു മക്കളുള്ള വീട്ടിലും വളരെ യൂസ്ഫുള്ളായിട്ട് തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ ഇനി കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇതുപോലെയുള്ള ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം.
ഞാൻ നേരത്തെ കടുക് പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇതിൽ നിന്നാണ് ഒരു സ്പൂണ് ഞാൻ ആ ഒരു ചിരട്ടയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2-3 ടേബിൾ സ്പൂൺ പൊടിച്ച് വെച്ച് ഒരു ബോക്സിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ 3 മാസത്തോളം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് നാടൻ മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ നാടനായിട്ടുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. ഒന്നുകൂടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നാടനിലാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്നെല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത് 2 കർപ്പൂരമാണ്. കർപ്പൂരത്തിൻ്റെയും ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. കർപ്പൂരമൊക്കെ ഇട്ട് വെളിച്ചെണ്ണയ്ക്ക് ചൂടാക്കി കഴിഞ്ഞാൽ വേദനയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുത്താൽ നമുക്ക് വേദനയ്ക്കൊക്കെ ശമനം കിട്ടാറുണ്ട് അല്ലേ. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് ഞാൻ 2 കർപ്പൂരം കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു കർപ്പൂരം കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കർപ്പൂരം ഇത് തണുത്തുകൊണ്ട് തന്നെ ഞാൻ കത്തിയുടെ ഒരു പിടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല പോലെ എനിക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിക്സ് കൂടി ഞാൻ ആ ഒരു കടുകിൻ്റെയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ കർപ്പൂരത്തിൻ്റെയൊക്കെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് നല്ല പോലെ നമുക്കത് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ദാ ഞാനിതൊരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസേജ് തന്നെ ഇതിനുണ്ട് കേട്ടോ. നമുക്കുണ്ടാവുന്ന കാലുവേദന, മുട്ടുവേദന, അതുപോലെ തന്നെ മടമ്പിനൊക്കെ ഉണ്ടാവുന്ന വേദനകളുണ്ടാവും. കൈയിൻ്റെ ജോയിൻറ്റിലൊക്കെ വരുന്ന പെയിനുകൾ ഉണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളാണ് പെട്ടെന്ന് ശമനം കിട്ടാനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. നമുക്കത് ഫാസ്റ്റായിട്ടുള്ളൊരു റിലീഫ് തരുമെങ്കിലും നമ്മുടെ ആരോഗ്യത്തേക്ക് ദോഷകരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. എന്നാൽ ഒട്ടും നമ്മുടെ ആരോഗ്യത്തിന് ഡാമേജ് ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ പെയിന് മാറ്റി നിർത്താനായിട്ട് പറ്റും. ഒരു വേദനയൊക്കെ വന്ന് നമ്മൾ ഡോക്ടറെയൊക്കെ കാണിച്ചാൽ ആയിരങ്ങൾ ചിലവാണല്ലേ. എന്നാൽ ഒട്ടും ക്യാഷ് ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാതെ മാറ്റി നിർത്താനായിട്ട് പറ്റുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഞാനിതൊരു തവിയിൽ 1.5 ടേബിൾ സ്പൂണോളം കടുകെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് ചൂടാക്കി കൊടുക്കുന്നത്. അപ്പോൾ പാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചൂടാക്കാം. ഞാൻ തവിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയും കടുകിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാനത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും എണ്ണ നന്നായിട്ട് തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ എണ്ണ തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു എണ്ണയുടെ കളറൊക്കെ നല്ല പോലെ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. കുറച്ച് സമയം നമ്മളിതൊന്ന് ചൂടാക്കി കൊടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ചൂടാക്കി എടുക്കാനായിട്ട്. മിക്സ് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും കേട്ടോ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് നന്നായി തിളച്ച് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഈ ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ല പോലെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേദനയുള്ള ഭാഗത്തൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ചൂടാറണ്ട, നമ്മുടെ കൈ വെച്ചിട്ട് തൊടാൻ പറ്റുന്നൊരു ചൂടാവണം. അതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ വേദനയുള്ളത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതിയാവും. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ മെഡിസിനൊക്കെ കഴിക്കാൻ നല്ല പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തേച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിലീഫ് കിട്ടും കേട്ടോ. മുട്ടിൽ മാത്രമല്ല നമ്മുടെ കൈവിരലുകൾക്ക് അതുപോലെ മസിൽ പിടുത്തമൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മസിലിൻ്റെ ഭാഗത്തൊക്കെ ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു റിലീഫായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് മുട്ടിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ചെറു ചൂടുവെള്ളത്തിലൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കടുക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ചിലതെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.